ഹലോ ഗായ്സ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡാണ് ഫസ്റ്റ് മൂവ് ഉണ്ടായത്. പക്ഷെ അതൊരു വീക്കായിട്ടുള്ള ഒരു സെല്ലിംഗ് സൈഡാണ്. എനിവേ ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ നിന്ന് ക്വിക്കായിട്ടൊരു റിവേഴ്സ് ഒരു ബൈയിങ് സൈഡ് നല്ലൊരു ഷാർപ്പ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു സ്കാൾപ്പിംഗ് ട്രേഡ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്കാൽപ്പിംഗ് ചാൻസ് ഇവിടെ ഷാർപ്പായിട്ടൊരു അപ് ട്രെൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എനിവേ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ആയത് നല്ലൊരു സെല്ലിങ്ങിലാണ്. പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നമുക്കിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അത്രയും ഷാർപ്പായിട്ടൊരു സെല്ലിങ് നടന്നിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് ബയേഴ്സ് വീണ്ടും ഒരു ചെറിയൊരു സ്ട്രെങ്ത് ഇന്നത്തെ മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു കൺസോളിഡേഷൻ മോഡിൽ തന്നെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ട് ഇന്നത്തെ നോക്കാനുള്ളത് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരിക്കും. മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അതുകൊണ്ട് എലക്ഷൻ്റെ ഒരു മുമ്പുള്ള ഒരു മന്ത്ലി എക്സ്പയറിയിലാണ് നാളത്തെ ബാങ്ക് നിഫ്റ്റിയും മറ്റന്നാൾ നിഫ്റ്റിയും ഒക്കെ എക്സ്പയറി ഡേ ആവാണ്ട്. അപ്പോൾ എക്സ്പയറി ഡേ എന്ന് പറയുമ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ കുറേ നാളായിട്ട് ഒരു ഡൈവേർജൻസ് കാണിക്കാറുണ്ട്. നിഫ്റ്റി ഒരു ബാങ്ക് നിഫ്റ്റിയും സാധാരണ മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല എക്സ്പയറി ഡേയിൽ മൂവ് ചെയ്യാറുള്ളത്. ചിലപ്പം ബാങ്ക് നിഫ്റ്റി നല്ലൊരു സ്ട്രെങ്ത് കാണിക്കും, നിഫ്റ്റി നല്ല വീക്കായിട്ടുണ്ടാവും. അത് നേരെ ഓപ്പോസിറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ടാണ് ട്രേഡ് നോക്കുമ്പോൾ നിഫ്റ്റിയിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ലെവലൊക്കെ നോക്കാറുണ്ട് സാധാരണ. പക്ഷെ നാളത്തെ മാർക്കറ്റ് ചിലപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒരു രണ്ടും കൂടി ഒരു മിക്സായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പം നമുക്ക് ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ നല്ലത്. ഒന്നാമത് ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നും നല്ലൊരു അപ്പിലേക്ക് തന്നെയാണ്. 24ൻ്റെ അടുത്ത് ഇന്ത്യ വിക്സ് പോയിട്ടുണ്ട്. ഏകദേശം 2 ഇയേഴ്സിൻ്റെ മുകളിലായിട്ടാണ് ഇന്ത്യ വിക്സ് ഇത്രയും കൂടിയത്. കാരണം 24 എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു വാളറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇലക്ഷന് മുമ്പുള്ള വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല നമുക്ക് ഈ മാസം അടുത്ത മാസം ഫസ്റ്റ്, അതായത് ജൂൺ ഫസ്റ്റിലാണ് എക്സിറ്റ് പോളിൻ്റെ ഡീറ്റെയിലും കൂടി വരാനുണ്ട്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും നല്ലൊരു വാളറ്റൈൽ മാർക്കറ്റ് തന്നെയായിരിക്കും. ഇന്നത്തെ FIAയും DIA ഒക്കെ നല്ല ബൈയിങ് സൈഡ് തന്നെയാണ്. FIA 66 കോടിയുടെ ബൈയിങ് ആണ്. DIA 3231 ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. അതും രണ്ടും പോസിറ്റീവ് ആണെങ്കിലും മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ക്ലോസിങ് തന്നെയാണ് മാർക്കറ്റ് നമുക്ക് ഇന്ന് തന്നിട്ടുള്ളത്. എനിവേ നമുക്ക് നോക്കുകയാണെങ്കിൽ നാളത്തെ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനിയും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇന്നത്തെ പോലെ തന്നെ ഒരു വീക്കായിട്ടുള്ള ഒരു സെല്ലിംഗ് ഒക്കെ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അതിൻ്റെ ലോജിക്ക് ഞാൻ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഓൾ ടൈം ഹൈന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. എനിവേ മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ തന്നു. ഒന്നാമത് ഫസ്റ്റ് ഒരു ഷാർപ്പ് മൂവിങ് തന്നു. പിന്നെ അതിന് ശേഷം ഇന്നും ഒരു ചെറിയൊരു നെഗറ്റീവ് സെല്ലിംഗ് സൈഡ് തന്നെ ഒരു മൂവിങ് ഉണ്ടായിട്ടുണ്ട്. ഇനിയൊരു സെല്ലിങ് കൂടി ഇവിടുന്ന് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈയിങ് സൈഡ് നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ഇനിയിപ്പം താഴോട്ട് വരികയാണെങ്കിൽ തന്നെ ഒരു റീട്രേസ്മെൻ്റ് എടുത്തിട്ടായിരിക്കും ഇങ്ങനെ താഴോട്ട് വരിക. അതുപോലെ ബൈയിങ് സൈഡാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. മാക്സിമം ഈ സമയത്ത് ട്രേഡ് ഒഴിവാക്കലാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മുടെ എലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്തുള്ള റിസ്കി ട്രേഡൊക്കെ ഒഴിവാക്കാം. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കൺഫർമേഷൻ എടുത്ത് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം കൺഫർമേഷൻ കിട്ടാതെ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോസ് ഒക്കെ വന്നാൽ ചിലപ്പം ഷാർപ്പ് മൂവ്മെൻ്റ് ഒക്കെ ഇപ്പോൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ ചിലപ്പം നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ലോസ് ചില ആളുകൾ സിസ്റ്റത്തിൽ വെക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സ്റ്റോപ്പ് ലോസ് ഇത്ര പോയിന്റ് ആകുമ്പോൾ എക്സിറ്റ് ആകും. പക്ഷേ ഒരു ഷാർപ്പ് ക്വിക്കായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നല്ലൊരു സ്റ്റോപ്പ് ലോസ്, നല്ലൊരു എമൗണ്ട് നമുക്ക് ലോസ് വരാനും പോസിബിലിറ്റി ഉണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ. എനിവേ നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 22,888 നല്ലൊരു നമ്പറിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. മാർക്കറ്റ് എനിവേ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന്
നമ്മുടെ മാജിക് നമ്പറായ 23,000 അടുത്തൊന്ന് ടച്ച് ചെയ്തിരുന്നു ഇന്ന്. പക്ഷേ അവിടുന്ന് ക്വിക്കായിട്ട് മെല്ലെ സ്ലോലി താഴോട്ട് വന്നു. പിന്നെ ഒരു 22,900 ക്രോസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലോസിംഗ് നടന്നത്. എനിവേ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് വിശദമായിട്ട് വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.